ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആത്മാർത്ഥതയാണ് നിങ്ങളോടുള്ള സ്നേഹത്തിന്, നിങ്ങളുടെ വ്യക്തിയുടെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹത്തിലാണ് കാണുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥത എത്രത്തോളം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ സംഭവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് ഓടി വരിക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് ഇവരോട് എത്രമാത്രം ആത്മാർത്ഥതയുള്ള സ്നേഹമാണ്, എത്രമാത്രം ആത്മാർത്ഥതയുള്ള സ്നേഹമാണ്, എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഇവരെ കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് എടുത്ത് നോക്കാം, ഒരു ക്ലാരിറ്റി കിട്ടും. എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അവരിവരെ സ്നേഹിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥത അർഹിക്കുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച തന്നെ എപ്പോഴും എല്ലാ റീഡിങ്ങിലും വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫിനാൻസിലാണ്. അവരുടെ ഫിനാൻസ് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യത്തിൽ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. അത് എല്ലാ റീഡിങ്ങിലും നമുക്ക് 1 by 1 ആയിട്ട് കണക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ചാനൽ സബ് ചെയ്യാത്തവർ കാണുക, കാരണം കണക്റ്റീവായിട്ടുള്ള റീഡിങ്സാണ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം,
സബീക. കാരണം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഫിനാൻസ് സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്നുള്ളതാണ്. ഫിനാൻസിങ് സ്റ്റെബിലിറ്റി കൈവരിക്കുക. അതിനവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പവർഫുള്ളായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒട്ടും സമയം കളയാതെ അല്ലെങ്കിൽ ഒട്ടും അമാന്തിക്കാതെ ഭയങ്കരമായിട്ട് അവരതിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൻ്റെ പല സ്റ്റേജിലും അവർ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. പല സ്റ്റേജിലും അവർ ഒറ്റയ്ക്കായിരുന്നു. ആരുണ്ടാവുന്നോ, എന്തിനുണ്ടാവുന്നോ, എന്ത് കാര്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയാത്ത അവസ്ഥയിലും അവർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതവരുടെ ജീവിതം അവരെ പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു. ആ സ്റ്റേജ് കടന്ന് അവരിപ്പോഴും വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണെന്നാണ് കാണുന്നത്. അത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും അധ്വാനിക്കാൻ വളരെയധികം തയ്യാറാണ്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നത് കൊണ്ട് യാതൊരു വക മടിയില്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്കും അധ്വാനത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ എയിം ഇപ്പോൾ ഈ നിമിഷം എന്നാണ് കാണുന്നത്. ഈ നിമിഷം അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിലാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതല്ല, അത് കഴിഞ്ഞിട്ടേ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ എന്ന് അഗെയിൻ ആൻഡ് അഗെയിൻ നമുക്ക് എല്ലാ റീഡിങ്ങിലും കാണിക്കുന്നുണ്ട്. എന്തോ ഒരു മിറാക്കിൾ പോലെ കണ്ടോ. ആ ഒരു എയിം നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങളും കൂടി അവരുടെ ലൈഫിലേക്ക് ചേരുമ്പോൾ അത് സക്സസ് ആവത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. അവരുടെ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീടാണെന്നിരിക്കട്ടെ, ഒരു ഹോമാണ്, നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു വീടാണ് അവരുടെ എയിം എന്ന് വെച്ചാൽ ആ ഒരു ലക്ഷ്യം എങ്ങനെയൊക്കെയോ നിങ്ങളെയും റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ എന്ത് ലക്ഷ്യമാണ് ഉള്ളതെങ്കിലും ആ ലക്ഷ്യം എങ്ങനെയൊക്കെയോ നിങ്ങളെയും റിലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീടാണ്, അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഒരു വീടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യമെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ എയിം, ഇപ്പോഴത്തെ ഒരു എയിം അതിന് വേണ്ടിയിട്ടാണ് ആൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീടാണ് ആ വ്യക്തിക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. ആ വീട് ആ വ്യക്തി സമ്പാദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളെ മാരേജ് ചെയ്ത്, ഇപ്പോൾ ഒരു മാൻ, ഒരു എന്താ പറയുക, പുരുഷനാണ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, ഒരു ലേഡിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു വീട് ലേഡിക്ക് മാത്രമല്ല, ഒരു പുരുഷൻ ലേഡിയുടെ ഭാഗത്ത് മാത്രം വെച്ച് ചിന്തിക്കേണ്ട, അതൊരു പുരുഷൻ്റെ ഭാഗത്തും വെച്ച് ചിന്തിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾ ഒരു വീട് വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു മാനാണെന്ന് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, ഒരു മെയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആള് നിങ്ങളിൽ നിന്നിപ്പോൾ ഗ്യാപ്പിട്ട് നിൽക്കുന്നുണ്ട്. ആൾക്കാണ് ഒരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ആളുടെ എയിമാണ് ഇപ്പോൾ വേറെ എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുടെ എയിം എന്ന് പറയുന്ന ഒരു വീടാണ്. ആൾക്കൊരു വീട് സമ്പാദിക്കണം. അത് സമ്പാദിച്ചതിന് ശേഷം ആൾ മറ്റെന്തിലേക്കും ഫോക്കസ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ആ വ്യക്തി ഇപ്പം ഇരിക്കുന്നത് എന്ന് കരുതുക. ആ ഒരു മെൻറ്റാലിറ്റിയിൽ ആ വ്യക്തി ഇപ്പം ഇരിക്കുന്നത് എന്ന് കരുതുക. മനസ്സിലായോ? അപ്പോൾ നാളെ അത് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ആ കുടുംബത്തിലേക്ക് നാളെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ സേഫാക്കാനും സെക്യൂർ ആക്കാനും കൂടി വേണ്ടിയിട്ടല്ലേ അവർ, അതായത് ഒരു ചോർന്നൊലിച്ച ഒരു ഓലപ്പരയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? അത് അവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവരാഗ്രഹിക്കുന്നത് എന്താ? നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, നിങ്ങളെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാളെ അവരിപ്പോൾ എയിം ചെയ്യുന്ന കാര്യം നാളെ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഏൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കും. ആ ബിസിനസ് നാളെ നിങ്ങളെ മാരേജ് ചെയ്താൽ നാളെ നിങ്ങൾക്കത് ഉപകാരമാണ്. അതൊരു ലേഡിയാണ് ഇപ്പോൾ ഏൺ ചെയ്യുന്നൊരു വീട്, ഒരു ലേഡിയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു പുരുഷനാണ് ആ ലേഡിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ലേഡി പറയണം, എൻ്റെ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം വില്ലിങ് ഉള്ളൂ, അല്ലെങ്കിൽ ആ എയിം കഴിഞ്ഞിട്ട് ഞാനിനി എന്തിലേക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ വീട് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ഭാവിയിൽ മാറാം. അത് ഭാവിയിൽ നിങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഭാവിയിൽ അത് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നു. അത് ഏത് സിറ്റുവേഷനാണ് എങ്ങനെയാണെന്നൊന്നുമില്ല. അപ്പോൾ ആ ടൈമിൽ നിങ്ങളെയും വെച്ച് ഭാരം പേറുന്നത് ആൾക്ക് താല്പര്യമില്ല. ആ ഓലക്കുടിലിൽ ചോരുന്ന കുടിലിൽ നിങ്ങളെയും കൂട്ടി, അവരുടെ അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, നിങ്ങളുണ്ടാവും, ഭാവിയിൽ കുട്ടികളുണ്ടാവും, ഇവരെ കൂട്ടിയിട്ട് ആ ചോർന്നൊലിച്ച് കുടിലിൽ നിങ്ങളെയും കൊണ്ടുപോകും. അവർക്ക് താല്പര്യമില്ല. അവർ നിങ്ങളെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കൊണ്ടുപോകാൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. പലരുടെയും ഉദ്ദേശം അതായിരിക്കും, അതല്ലായിരിക്കാം.
ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ചില നിങ്ങളുടെ ആ ഒരു ബോണ്ടിൽ ബ്രേക്ക് ചെയ്യാനും, നിങ്ങളുടെ ആ ബോണ്ടിനെ തള്ളിപ്പറയാനും, നിങ്ങളുടെ ആ ബോണ്ടിനെ രണ്ടായി കാണാനും ഒരുപാട് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഈ ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കൃമികളാണ്. ഈ ഞൊളയ്ക്കുന്ന കൃമികൾ നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും കുറേ വുമൺസിൻ്റെ രൂപത്തിലും കുറേ സ്ത്രീകളുടെ രൂപത്തിലും കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു വില പോലും കൽപ്പിക്കാതെ വളരെ ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്ത് കളയാനും പാകത്തുള്ള കുറേ ജന്തുക്കൾ, തേളിൻ്റെ വിഷം ഛർദ്ദിക്കുന്നത് പോലെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് എരികേറ്റി തരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പലതും പറയും, പലതും ഇതാക്കും. അതൊരു ചെവിയിലൂടെ കേട്ട് പോസിറ്റീവ്സ് മാത്രം എടുത്ത് ബാക്കി നെഗറ്റീവ്സ് കളയാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കണ്ടും കേട്ടും ധാരണയില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഒരു തവണ കാണുമ്പോഴേക്കും നമുക്ക് എല്ലാവരും വിശ്വാസം വരും, നോർമൽ ഗതിയിൽ അങ്ങനെയാണ്. 2-3 തവണ കാണുമ്പോഴേക്കും നമ്മളവരെ പരമവിശ്വാസമായിരിക്കും. പക്ഷെ അതല്ല വിശ്വാസം. വിശ്വാസം അതല്ലേ അല്ല എന്ന് പറയുന്ന പോലെ നമുക്കൊരാളെ വിശ്വാസം അർഹിക്കണമെങ്കിൽ ആ വിശ്വാസം അയാളുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതി എന്തെങ്കിലും കാര്യം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളോട് ഈ പറയുന്നത്, അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ. അതല്ലാത്ത ആളുകൾ പറയുന്നത് വെറുതെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഇത് കണക്റ്റീവായിട്ട് തീർച്ചയായിട്ടും കണക്റ്റീവായിട്ട് വരുന്നുണ്ട്. മുന്നത്തെ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അത് ഏത് ചാനലിലാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് 3 ചാനൽ സബ് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഫിനാൻസ്, അവരിപ്പോൾ ഏൺ ചെയ്യുന്ന ഫിനാൻസ് കുറച്ചും കൂടെ ലാഗായിട്ടാണ് അവരുടെ അടുത്തേക്ക് എത്തുക. അത്ര പെട്ടെന്നൊന്നും അവരുടെ അടുത്തേക്ക് അത് എത്തത്തില്ല എന്ന് വീണ്ടും ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനും കൂടിയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. റിവേഴ്സാണ് വന്നത്. മനസ്സിനേറ്റ മുറിവുകൾ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്കുള്ള മുറിവുകൾ, നിങ്ങൾ എന്താ പറയുക, മനസ്സിലേറ്റി നടക്കുന്നുണ്ടായിരുന്ന ഒരുപാട് മുറിവുകൾ നിങ്ങളുടെ മൈൻഡിൽ നിന്നും ഹീലാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളത് ഉണക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ മുറിവുകൾ ഉണക്കിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ ഉത്തരം, നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലം വേദനിച്ചത്, അതിൻ്റെ ആ ഒരു നിങ്ങൾ പോലും അറിയാതെ ആ നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവ് ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ അധികം വൈകാതെ അത് സമ്പാദിക്കാൻ കുറച്ച് സമയമായി എടുക്കുന്നു മാത്രം. പക്ഷേ ആ സമയം എടുത്ത് അത് സമ്പാദിച്ചതിന് ശേഷം അവർ നിങ്ങളിലേക്ക് ഓടി വരുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഓടി വരുന്നുണ്ടെങ്കിൽ അവരത്രയ്ക്കും നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികളാണ്. നിങ്ങൾ തമ്മിലുള്ള സ്ട്രെങ്ത് അത്ര നിസ്സാരമൊന്നുമല്ല. നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അങ്ങനെ തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും സ്ഥലത്തെത്തി നേടാനുള്ളതൊക്കെ നേടി അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടും അത്രയും പക്വമായിട്ടും മെച്ചുവറായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വളരെ സിൻസിയറായിട്ടും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടും വളരെ ഹോണസ്റ്റായിട്ടും സത്യസന്ധമായിട്ടുമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന് ഒരു തരിമ്പ് പോലും കളവോ ചതിയോ ഒന്നും തന്നെ ഇല്ല. സോ നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കാം. ചില കാര്യങ്ങൾ നിങ്ങളോട് നോ പറയുന്നുണ്ട് യൂണിവേഴ്സ്. അത് ചില കാര്യങ്ങൾ, ഏത് കാര്യമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ കാര്യം അതിനനുസരിച്ച് നിങ്ങൾ നോ ആയിട്ട് എടുക്കുക. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരോടെങ്കിലോടും ഹെൽപ്പൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഏഞ്ചൽസ് ആണെന്നാണ് പറയുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്. എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഏഞ്ചൽസിനോട് ചോദിക്കുക. ഏഞ്ചൽസ് നിങ്ങൾക്ക് നല്ലൊരു മറുപടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടേക്കുക. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.